സ്കാ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു ടോപ്പിൻ്റെ കട്ടിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ അളവുകളൊക്കെ നമുക്കൊന്ന് അടയാളപ്പെടുത്താം. തുണി എങ്ങനെയാണ് മടക്കിയിടുന്നതെന്ന് നോക്കാം. നമുക്ക് തുണി ആദ്യം രണ്ടായിട്ട് മടക്കിയതിന് ശേഷം കുറുകെ ഒന്നുകൂടി മടക്കാം. അതല്ലെങ്കിൽ തുണി ആദ്യം തന്നെ രണ്ടായിട്ട് നീളത്തിലങ്ങ് മടക്കിയതിന് ശേഷം കുറുക്കിനിങ്ങോട്ട് മടക്കിയാലും മതി. ഞാനിപ്പം രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നീളത്തിലല്ല, അല്ലാതെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷമാണ് തിരിച്ചൊന്നുകൂടി മടക്കുന്നത്. വേണ്ട, അപ്പം നാല് പീസുണ്ട്. വേണ്ട, ഓപ്പണായിട്ടുള്ള 4 പീസ്. ഈ ക്ലോസ് ആയിട്ടുള്ള ഭാഗം നമ്മൾ നിൽക്കുന്ന വശത്ത് വയ്ക്കണം. ഇനി നമുക്കിതിൻ്റെ അളവുകൾ അടയാളപ്പെടുത്താം. ഇതിൻ്റെ ഇറക്കം 46 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി കൂട്ടി 47 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ ഇതിൻ്റെ ശരീരവണ്ണം 40 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 8 ഇഞ്ച് കൂടി കൂട്ടി 48, 48ൻ്റെ 4/1 12 ഇഞ്ച് അടയാളപ്പെടുത്താം. 12 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതിൻ്റെ ആം ഹോള് 6.5 ഇഞ്ച് അടയാളപ്പെടുത്താം. പിന്നെ ഇതിൻ്റെ കഴുത്തിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ്. അപ്പോൾ അത് നമുക്ക് അടയാളപ്പെടുത്താം. 6 ഇഞ്ച്. അകൽച്ച 2.25 ഞാൻ അടയാളപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് 3, 3.5 എത്ര വേണമെങ്കിലും അടയാളപ്പെടുത്താം. ഇതിൻ്റെ ഷോൾഡർ 13 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 6.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് ഈ കഴുത്തും ഈ ആം ഹോളും ഒക്കെ ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഈ നെക്കിൻ്റെ അകൽച്ചയിൽ നിന്ന് താഴോട്ടൊരു ലൈൻ കൊടുത്ത് ആ നെക്കിൻ്റെ ഇറക്കവുമായിട്ട് യോജിപ്പിച്ച് വേണം നമ്മൾ ബോക്സ് പോലെ ആക്കാൻ. നല്ലതുപോലെ തെളിഞ്ഞ് കാണുന്നില്ല. അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ ഇത് കട്ട് ചെയ്യുമ്പോൾ നല്ലതുപോലെ മനസ്സിലാവും. അത് തെളിയാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും വരയ്ക്കുന്നത്, തെളിഞ്ഞ് കാണാത്തത് കൊണ്ട്. അതുപോലെ തന്നെ ആം ഹോളും ആ 13.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയില്ല, 13.5 ഇഞ്ചിൻ്റെ പകുതി 6.5, ആ 6.5യിൽ നിന്ന് താഴോട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് താഴോട്ട് വരച്ചുകൊണ്ട് ആ ആം ഹോളിൻ്റെ ഇറക്കവുമായിട്ട് യോജിപ്പിച്ച് അതും ബോക്സ് പോലെ ആക്കിയിട്ട് ഈ നെക്കിൻ്റെ ഈ ബോക്സ് പോലെ ആക്കിയ ആ കോർണറിൽ ടേപ്പ് ചരിച്ച് വെച്ചുകൊണ്ട് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തണം. 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ ആം ഹോളിൻ്റെ ആ കോർണറിൽ ടേപ്പ് ചരിച്ച് വെച്ചുകൊണ്ട് 1 ഇഞ്ചും അടയാളപ്പെടുത്തണം. അടയാളപ്പെടുത്തിയിട്ട് ഈ അടയാളപ്പെടുത്തി ആ പോയിൻറ്റിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ റൗണ്ടിനിങ്ങ് വരയ്ക്കണം കഴുത്ത്. അതുപോലെ തന്നെ ഈ ആം ഹോളും ആ പോയിന്റിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇനി താഴോട്ട് ഇങ്ങനെ വരയ്ക്കണം. ഇനി നമുക്കിതിൻ്റെ ഷേപ്പ് ഭാഗം അടയാളപ്പെടുത്തണം. ഷേപ്പ് ഭാഗം ഷോൾഡറിൽ നിന്ന് 13 ഇഞ്ച് താഴ്ത്തി വേണം ഷേപ്പിൻ്റെ വണ്ണം അടയാളപ്പെടുത്താൻ. അത് ചെസ്റ്റ് വണ്ണത്തേക്കാൾ 1 ഇഞ്ച് കുറച്ച് മതി. കണ്ടോ, ചെസ്റ്റ് വണ്ണം 12, ഈ ഷേപ്പ് വണ്ണം 11. ഇനി നമുക്ക് ഹിപ്പ് വണ്ണം അടയാളപ്പെടുത്തുന്നതിന് ഷോൾഡറിൽ നിന്ന് താഴോട്ട് 20 ഇഞ്ച്, ചിലർക്ക് 18 മതി, ഇതിപ്പോൾ 20 വേണം. 20 ഇഞ്ച് താഴ്ത്തിയിട്ട് ആ ചെസ്റ്റ് വണ്ണത്തിൻ്റെ അത്രയും തന്നെ മതി. ഇത് ചിലർക്ക് 1/2 ഇഞ്ച് കൂട്ടി വേണമായിരിക്കും. അത് അവരവരുടെ വണ്ണത്തിനനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അവിടെയും 12 ഇഞ്ച് അടയാളപ്പെടുത്തി. എന്നിട്ട് ഈ താഴെ അറ്റം നമ്മൾ ചെസ്റ്റ് വണ്ണത്തേക്കാൾ ആ ഹിപ്പിൻ്റെ വണ്ണത്തേക്കാൾ ഒരു 1 ഇഞ്ച് കൂട്ടുന്നവരുണ്ട്, 1.5 ഇഞ്ച് കൂട്ടുന്നവരുണ്ട്. അത് അവരവരുടെ സൗകര്യപ്രദമായിട്ട് ചെയ്താൽ മതി. എനിക്കിവിടെ 1 ഇഞ്ച് കൂടി കൂട്ടിയാണ് എടുക്കേണ്ടത്. എന്നിട്ട് ആ ഹിപ്പ് വണ്ണവും ഈ താഴെ അറ്റത്തെ ആ വണ്ണവും കൂടെ ചേർത്തൊരു ലൈൻ കൊടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, അവിടെ ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ട് കറക്റ്റിന് ഒരു ലൈൻ കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഈ ചോക്കിൻ്റെ റോസ് കളറിലെ ചോക്കാണ്, എങ്കിലും അത് തെളിഞ്ഞ് കാണുന്നില്ല. ഉണ്ടോ, നമ്മൾ ഈ ഷേപ്പും ചെസ്റ്റ് വണ്ണവും ഷേപ്പ് വണ്ണവുമായിട്ട് യോജിപ്പിച്ചില്ലായിരുന്നു. അപ്പോൾ ചെസ്റ്റ് വണ്ണത്തിൽ നിന്ന് ഷേപ്പിലോട്ട് ഇങ്ങനെ വരച്ചിട്ട് അവിടെ നിന്ന് ഹിപ്പിൻ്റെ ആ ഭാഗത്തോട്ട് വരയ്ക്കണം. ഉണ്ടോ, അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ആം ഹോൾ കട്ട് ചെയ്യാം. അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്തത് വീഡിയോയിൽ പതിഞ്ഞിട്ടില്ലായിരുന്നു.
അതുകൊണ്ട് നെക്ക് ഞാൻ വീണ്ടും ആം ഹോൾ കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കാണിക്കാം. ആദ്യം നെക്ക് കട്ട് ചെയ്തത് ആദ്യം ക്യാമറയിൽ ശരിയായില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങ് താഴോട്ടിങ്ങ് കട്ട് ചെയ്യണം, താഴെ അറ്റം വരെ കട്ട് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം നെക്ക് കട്ട് ചെയ്തെങ്കിലും അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ലായിരുന്നു. അത് ആഡ് ചെയ്തപ്പോൾ അത് മാറിപ്പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ രണ്ടാമത് വീണ്ടും കാണിക്കുന്നത് കേട്ടോ. കണ്ടോ, നെക്ക് കട്ട് ചെയ്ത നമ്മൾ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം വേണം ആം ഹോൾ കട്ട് ചെയ്യാൻ. ഇതിപ്പം അത് മാറിപ്പോയത് കൊണ്ടാണ് ഞാൻ ലാസ്റ്റ് കാണിച്ചത് നെക്ക് കട്ട് ചെയ്യുന്നത്. നെക്ക് നമ്മൾ ബാക്കിലെ നെക്കാണ് ആദ്യം കട്ട് ചെയ്തത് 4 ഇഞ്ച് ഇറക്കത്തിൽ. മറ്റേത് നമ്മൾ 6 ഇഞ്ച് ഇറക്കത്തിൽ വരച്ചത് ഇനി വേണം കട്ട് ചെയ്യാൻ. ഇത് നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. 2 സ്ലീവും കൂടെ നമ്മൾ ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അവിടെ മധ്യഭാഗം ചേർത്തുകൊണ്ട് വേണം നമ്മൾ ഓരോ സ്ലീവും എടുക്കാൻ. അപ്പം ഈ സ്ലീവിൻ്റെ ഇറക്കം 15 ഇഞ്ചാണ്. അപ്പോൾ വേണ്ട 15 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുമ്പോൾ ഈ കൈക്കുഴിയുടെ ഭാഗത്ത് വരുന്നിടത്ത് 3 ഇഞ്ച് അടയാളപ്പെടുത്തണം. അപ്പം ഈ 15 ഇഞ്ച് ഇതിൻ്റെ വണ്ണം 9 ഇഞ്ചാണ്. ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിടത്തു നിന്ന് 15 ഇഞ്ച് അടയാളപ്പെടുത്തിയിടത്തോട്ട് ഇങ്ങനെ ഷേപ്പിലങ്ങ് വരയ്ക്കണം. വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കൈയുടെ താഴത്തെ വണ്ണം എത്ര ഇഞ്ചാണോ വേണ്ടത് അത് നമുക്ക് അതിനേക്കാൾ 1 ഇഞ്ച് കൂട്ടി വേണം നമുക്ക് കൈവണ്ണം എടുക്കാൻ. ഉണ്ടോ, അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു.